വിഘ്നേശ്വരായ നമഃ. ഓം നമഃ ശിവായ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനി മാറ്റത്തെക്കുറിച്ചിട്ടാണ്. ശനി 2025 മാർച്ച് 29 ശനിയാഴ്ച രാത്രി 11:01 കുംഭൻ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് മാറുന്നു. ഏകദേശം 30 വർഷത്തിന് ശേഷമാണ് ശനി വ്യാഴത്തിൻ്റെ വീടായ മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത്. ശനി വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുകയില്ല. എന്നിരുന്നാലും ശനിയുടെ കാരകത്വങ്ങൾ അത് തീർച്ചയായും നല്ലതായാലും ചീത്തയായാലും തന്നിരിക്കും. നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി 3, 6, 10, 11 ഭാവങ്ങളിൽ നിന്നാൽ അത് അനുകൂല ഭാവങ്ങളാണ്. ഗോചരത്തിൽ അനുകൂലമല്ലാത്ത ഭാവങ്ങളിൽ സഞ്ചരിച്ചാലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. ഏതൊരു ഗ്രഹം രാശി മാറിയാലും ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളും മറ്റു ചില രാശിക്കാർക്ക് ദോഷഫലങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി കർമ്മകാരകനാണ്, നീതിമാനാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ദ്രോഹിക്കാറില്ല. അപ്പോൾ ഗോചരത്തിൽ ശനി അനുകൂലമല്ലാതെ വരുന്നവർ നല്ലവണ്ണം അവരുടെ തൊഴിലിൽ അധ്വാനിക്കുക, പ്രായാധിക്യം ചെന്നവരെ സഹായിക്കുകയും ചെയ്താൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ശനി ഒരു രാശിയിൽ ഏകദേശം 2.5 വർഷമാണ് സഞ്ചരിക്കുന്നത്. ചില രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ശനി നൽകുന്നത് പരീക്ഷണമാണ്, പാഠങ്ങളാണ്. സത്യം എന്താണെന്നും ജീവിതം എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കും. ഈ ശനി മാറ്റത്തിൽ ചില രാശിക്കാർക്ക് അർദ്ധാഷ്ടമശനി, അഷ്ടമശനി, കണ്ടകശനി, ജന്മശനി, 7ര ശനി എന്നിവ തുടങ്ങും. ഈ രാശിക്കാർ ഏതൊക്കെയാണെന്ന് വിശദമായി പറയാം. അതിനു മുൻപായി എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്, രാശി അടിസ്ഥാനത്തിലുള്ള പൊതുഫലം. ഗുണമായാലും ദോഷമായാലും 25 അല്ലെങ്കിൽ 30% മാത്രമേ ശനിയുടെ ആധിക്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനവും ബലവും അനുസരിച്ച് ഇവിടെ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. നിങ്ങളുടെ വ്യക്തിഗത ജാതകം പരിശോധിച്ചാൽ മാത്രമേ ശനി രാശിമാറ്റം നിങ്ങൾക്ക് എങ്ങനെയെന്ന് വിശദമായി മനസ്സിലാക്കാൻ കഴിയും. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മാർച്ച് 29 ശനി മീനത്തിൽ മാറുമ്പോൾ അത് കാലപുരുഷൻ്റെ 12ാം വീടാണ്, വിരയസ്ഥാനമാണ്. അവിടെ അപ്പോൾ രാഹുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 51 ദിവസം രാഹുവും ശനിയും ഒരുമിച്ച്, അതായത് 2 പാപഗ്രഹങ്ങൾ 12ൽ സഞ്ചരിക്കുമ്പോൾ ലോകമാനം ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക മേഖലകളിൽ മാറ്റങ്ങളുണ്ടാകാം. ചില അറബ് നാടുകളിലെ ജനങ്ങൾ അവരവരുടെ രാജ്യം വിട്ട് താമസിക്കേണ്ടതായി വരും. അതുപോലെ മിക്ക ആൾക്കാർക്കും നേത്രരോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ശനി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ശനിയെ അങ്ങനെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. സത്യസന്ധരും കഠിനാധ്വാനികളും അംഗവൈകല്യമുള്ളവരെ സഹായിക്കുന്നവരും ദാനധർമാദികൾ ചെയ്യുന്നവരും ശനിയെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും
വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഓരോ രാശിക്കാരെയും ശനി എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽപാദം ചേരുന്ന മേടൻ രാശിക്ക് ശനി 10, 11 ഭാവാധിപതിയാണ്. മാർച്ച് 29 ശനി നിങ്ങളുടെ 12ാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് 7ര ശനി ആരംഭിക്കുന്നു. ഇത് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ ശനി അധികം ബുദ്ധിമുട്ടിക്കില്ല. ജോലിയിൽ മാറ്റം, മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, ചിലർക്ക് വിദേശത്ത് ജോലി ശരിയാകും. എന്നാൽ അതിനനുസരിച്ചുള്ള ശമ്പളം ലഭിക്കണമെന്നില്ല. അധിക സമയം ജോലി ചെയ്യേണ്ടതായി വരും. കൂടെയുള്ളവരുടെ സഹകരണം ലഭിക്കില്ല. സ്വന്തം സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്ത് ജോലി അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും. രാത്രി യാത്രകൾ ഉപേക്ഷിക്കുക. അതുപോലെ ചിലർക്ക് രാത്രിയിലായിരിക്കും ജോലി ചെയ്യേണ്ടുന്ന സന്ദർഭം ഉണ്ടാകുന്നത്. അധ്വാനം കൂടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കും. ചിലർ പുതിയ വീട് കെട്ടാൻ തുടങ്ങും. ചിലർക്ക് വിവാഹം നടക്കും. ലോൺ ഉള്ളവർ അധിക പലിശ നൽകുകയോ EMI കൂടുകയോ ചെയ്യും. ചിലർക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. കാൽപാദങ്ങളിലും മുട്ടിലും അസ്ഥിക്കും മറ്റും വേദനയുണ്ടാകും. ശാരീരിക അസ്വസ്ഥത, പ്രമേഹം വർദ്ധിക്കുക, കൊളസ്ട്രോൾ, ഉദരസംബന്ധമായ രോഗം മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അറിഞ്ഞോ അറിയാതെയോ സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ടുപോവുക, ഓൺലൈൻ തട്ടിപ്പിന് ഇരയാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കെന്തായാലും സാമ്പത്തികം ധാരാളം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടാകില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. PCOD പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ചികിത്സ ആവശ്യമായി വരും. സന്താനങ്ങളില്ലാത്തവർക്ക് ചികിത്സ തേടേണ്ടതായിട്ട് വരും. ഇടപാടുകളിൽ സൂക്ഷിക്കുക. രേഖകളിൽ ഒപ്പിടുമ്പോൾ വായിച്ചു മനസ്സിലാക്കി അറിവുള്ളവരുമായി ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാതിരിക്കുക. കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിങ്ങൾക്ക് വീട് മാറ്റം അല്ലെങ്കിൽ തൊഴിൽ മാറ്റം തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര്യം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശനിമാറ്റം വളരെ ഗുണകരമാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങളെല്ലാം മാറാൻ പോകുന്നു. ആഗ്രഹ സാഫല്യത്തിന് സമയമായിരിക്കും. വിചാരിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ സാധിച്ചെടുക്കും. ലാഭസ്ഥാനത്തിലെ ശനി നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കി തരും. സമൂഹത്തിൽ ഒരു നല്ല പേരുണ്ടാകുമെങ്കിലും മുതിർന്നവരും സുഹൃത്തുക്കളും സഹോദരങ്ങളും മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് മാനസികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായി വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങാനോ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹം, സന്താനം ആഗ്രഹിച്ചവർക്ക് സന്താനയോഗം മുതലായ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ധനവരവും ഉണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രാൻസ്ഫർ എന്നിവ ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. അതേപോലെ അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. നന്നായി അധ്വാനിക്കുന്നവർക്ക് തൊഴിൽ മുന്നേറ്റം ഉണ്ടാകും. ബിസിനസ് സംബന്ധമായും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടും കടങ്ങൾ ഉള്ളവർക്ക് പുതിയ കടം ലഭിക്കാൻ അവസരമുണ്ടാകും. ആ തുക വാങ്ങി ചെറിയ കടങ്ങൾ വീട്ടാൻ ശ്രമിക്കും. കുട്ടികളുടെയും മുതിർന്നവരുടെയും
അതുപോലെ നിങ്ങളുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ കുറവ് വരാൻ സാധ്യത കാണുന്നു. മാർച്ച് 29 മാറുന്ന ശനി രാഹുവിനൊപ്പം സഞ്ചരിക്കുന്നതിനാൽ ഏകദേശം 51 ദിവസം, അതായത് മാർച്ച് 29 മുതൽ ഒരു 51 ദിവസം കാര്യങ്ങളെല്ലാം വളരെ പതുക്കെ മാത്രമേ നീങ്ങുകയുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം ഫലപ്രാപ്തി കണ്ടു തുടങ്ങുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ വർഷമായിരിക്കും 2025. മിഥുനൻ രാശി. മകയിര്യം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് ശനി ഭാഗ്യസ്ഥാനത്തു നിന്നും കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൽ മീനൻ രാശിയിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ കണ്ടകശനി തുടങ്ങുന്നു. ഏകദേശം 2.5 വർഷക്കാലം കണ്ടകശനി ഉണ്ടായിരിക്കും. മിഥുനൻ രാശിക്ക് കണ്ടകശനി എന്തു ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ശനി നിങ്ങൾക്ക് 8ഉം 9ഉം ഭാവാധിപതിയാണ്. കർമ്മത്തിൽ വരുമ്പോൾ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? ഇതായിരിക്കും ചോദ്യം. സ്ട്രെസ്സ് കൂടും, അധിക സമയം ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും. ജാതകാൽ അനുകൂലമല്ലാത്ത ദശാഭുക്തിയും ശനി അനുകൂലമല്ലാത്ത സ്ഥാനത്തും നിൽക്കുന്നവർക്കും തൊഴിൽ സംബന്ധമായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതാണ്. അല്ലാത്തവർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. മാർച്ച് 29 മുതൽ ഏകദേശം 51 ദിവസം ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ജോലി നഷ്ടപ്പെടുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും, പക്ഷേ പാക്കേജ് നിരാശപ്പെടുത്തും. ചിലർക്ക് പുതിയ തൊഴിലവസരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നതാണ്. അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കർമാധിപതി ഗുരുവാണ്. ഗുരു മെയ് 14 നിങ്ങളുടെ ജന്മരാശിയിൽ വരുന്നു. ശനി നിങ്ങളുടെ കർമ്മഭാവത്ത് സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ രാശിയുടെ 4, 7, 12 ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ തൊഴിൽ തേടുന്നവർക്ക്, പ്രത്യേകിച്ച് വിദേശത്ത്, പുതിയ ജോലി ലഭിക്കും. ഇനി സ്വദേശത്തായാലും വിദേശത്തായാലും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും ജോലി ലഭിക്കുന്നതാണ്. ചിലർക്ക് മനസ്സിന് പിടിക്കാത്ത ജോലിയായിരിക്കുമെങ്കിലും കിട്ടിയ ജോലി കളയാതിരിക്കുക. മെയ് മാസത്തോടെ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. നിലവിൽ ജോലിയിലുള്ളവർക്ക് മുന്നേറ്റമുണ്ടാകും. കാരണം ശനി നിങ്ങൾക്ക് ഭാഗ്യാധിപതി കൂടിയാണ്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഗുണഫലങ്ങൾ തന്നെയാകും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക്, അതായത് മിഥുനൻ രാശിക്കാർക്ക്, നിങ്ങൾ മുൻപേ ചെയ്ത നല്ല ഫലങ്ങളുടെ പ്രതിഫലം ശനി എന്തായാലും തന്നിരിക്കും. മറ്റു രാശിക്കാർക്ക് കണ്ടകശനി വരുന്നത് പോലെയല്ല മിഥുനൻ രാശിക്ക്. നേരത്തെ പറഞ്ഞ പോലെ ശനി ഭാഗ്യാധിപതിയാണ്, അതോടൊപ്പം അഷ്ടമാധിപതി കൂടിയാണ്. ഭാഗ്യശനിയുടെ കർമ്മഭാവത്തെ സഞ്ചാരം തീർച്ചയായും തൊഴിലഭിവൃദ്ധി ഉണ്ടാക്കി തരുന്നതാണ്. പലരും വിദേശത്ത് സെറ്റിലാകും. സുഖസൗകര്യങ്ങൾക്ക് കോട്ടം തട്ടുമെങ്കിലും തൊഴിൽ സംബന്ധമായി അടുത്ത 2.5 വർഷം തൊഴിൽ മേന്മ ഉണ്ടാകുന്നതാണ്. അഷ്ടമാധിപതി കൂടിയായ ശനി ചില അവസരങ്ങളിൽ ജോലിയിൽ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഉണ്ടാക്കുമെങ്കിലും, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കുന്നുവെന്ന് കരുതുക. പക്ഷേ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ വരികയും മറ്റുള്ളവർക്ക് കിട്ടുകയും ചെയ്യും. എന്നിരുന്നാലും ജോലിയൊന്നും നഷ്ടപ്പെടില്ല. ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുമെന്ന് മാത്രം. പക്ഷേ താമസിച്ചാലും നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും. കുടുംബം സന്തോഷമായിരിക്കും. നിങ്ങളുടെ കടം തീരും, രോഗം ശമിക്കും. എന്തായാലും ശനിമാറ്റം മിഥുനൻ രാശിക്കാർക്ക് ഗുണകരമായിരിക്കും, പ്രത്യേകിച്ച് ജോലിക്കാര്യത്തിൽ. ഇപ്പോൾ ജോലിയുള്ളവർ അത് കളയാതിരിക്കുക. ഉള്ളത് വിട്ടിട്ട് പുതിയ ജോലി തേടി പോകരുത്. അവിടെ അങ്ങനെ ശ്രമിച്ചാൽ പുതിയൊരു ജോലി കിട്ടാൻ കുറച്ച് കാലതാമസം നേരിടും. ജോലിയിൽ ഗ്യാപ്പ് വരും. എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. പുതിയ ബിസിനസ് തുടങ്ങുന്നവർ ജാതകനില പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ മിഥുനൻ രാശിക്കാർക്ക്
കർമ്മശനിയാണ്. കർമ്മരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. ജോലിയില്ലാത്തവർക്ക് ജോലി എന്തായാലും ലഭിക്കും. നിലവിൽ ജോലിയിൽ ഉള്ളവർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാം. പക്ഷേ ഉള്ള ജോലി വിട്ടിട്ട് മറ്റൊന്ന് അന്വേഷിക്കാതിരിക്കുക. കർക്കിടകൻ രാശി. പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് ശനി 7ഉം 8ഉം ഭാവാധിപതിയാണ്. നിങ്ങളുടെ കഴിഞ്ഞ 5-6 വർഷത്തെ ദുരിതങ്ങൾ ഒഴിഞ്ഞു മാറുന്നു. സപ്തമശനിയും അഷ്ടമശനിയും നിങ്ങളെ പെടാപ്പാടുപെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ അഷ്ടമശനി പാടെ മാറുന്നുവെന്നുള്ളത് സന്തോഷത്തിന് വക നൽകുന്ന വലിയൊരു കാര്യമാണ്. മാർച്ച് 29 മുതൽ ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9-ൽ ഭാഗ്യാധിപതി കൂടിയായ വ്യാഴക്ഷേത്രത്തിൽ സഞ്ചാരം തുടങ്ങുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ഇനി മനസ്സന്തോഷവും ഭാഗ്യാനുഭവങ്ങളുമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എത്ര അധ്വാനിച്ചിട്ടും ഫലം കിട്ടാതെ വിഷമിച്ചവർക്ക് ശനി ഉടനടി അതിൻ്റെ ഗുണഫലങ്ങൾ നൽകി തുടങ്ങും. മനോവേദനയും നഷ്ടങ്ങളും കഷ്ടങ്ങളും മറ്റുള്ളവർ നിങ്ങളോട് കാരണമില്ലാതെ കാണിച്ച ശത്രുതയും ഇല്ലാതാകും. അതുപോലെ ആരോഗ്യ സംബന്ധമായി ബുദ്ധിമുട്ടിയിരുന്നവർ, പ്രത്യേകിച്ച് നടുവേദന, മുട്ടുവേദന, അസ്ഥി സംബന്ധമായ വേദനകളാൽ ദുരിതമനുഭവിച്ചവർക്ക് രോഗശമനമുണ്ടാകും. കടം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് കടം തീരും. ശത്രുക്കൾ ഒഴിഞ്ഞു പോകും. തടസ്സങ്ങളകലും. കേസ് വഴക്കുകൾ ഇല്ലാതാകും. ശരീരസൗഖ്യമുണ്ടാകും. രോഗദുരിതങ്ങൾ എന്തു തന്നെയായാലും അതിന് ആശ്വാസമുണ്ടാകും. അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഗുണഫലങ്ങൾ ശനി നൽകിയിരിക്കും. ഇനി ധാരാളം തീർത്ഥയാത്രകളും ആത്മീയ യാത്രകളും പോകാൻ അവസരമുണ്ടാകും. സമാധി, അതായത് ജീവസമാധി സ്ഥലങ്ങൾ സന്ദർശിക്കും. ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നിലവിലെ ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നവർക്കെല്ലാം അത് മാറി പ്രൊമോഷനോ ട്രാൻസ്ഫറോ ശമ്പള വർധനവോ ഒക്കെ ലഭിക്കും. തൊഴിൽ പുരോഗതി എന്തായാലും ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങൾ നികത്താൻ കഴിയും. പാർട്ട്ണർഷിപ്പിലുണ്ടായിരുന്ന അലോസരങ്ങൾ മാറിക്കിട്ടും. ദമ്പതിമാർക്കിടയിലെ മനപ്രയാസങ്ങളും അകൽച്ചയും ഇല്ലാതാവും. മനസന്തോഷം വർദ്ധിക്കും. കുടുംബ കോടതി വരെ പോയ ഡിവോഴ്സ് കേസുകൾ വേണ്ടെന്ന് വെച്ച് ദമ്പതികൾ വീണ്ടും ഒരുമിച്ച് കഴിയും. ചിലർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഡിവോഴ്സ് ലഭിക്കുന്നതാണ്. നിന്നുപോയ വിവാഹം നടക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹയോഗം, സന്താനപ്രാപ്തി, കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുന്നതാണ്. ആത്മീയതയിൽ താല്പര്യമുള്ളവർക്ക് ഇത് നല്ല സമയമാണ്. അധ്യാപക വൃത്തിയിലുള്ളവർക്കും ബാങ്കിങ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പൊതുവെ അഷ്ടമശനി മാറുന്നതിനാൽ കർക്കിടകൻ രാശിക്കാർക്ക് ഇനി യോഗകാലമായിരിക്കും. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ശനി 6-7 ഭാവാധിപതിയാണ്. ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക്, അതായത് 7-ൽ ശനി സഞ്ചരിക്കുകയാണ്. ഇനി അഷ്ടമശനി തുടങ്ങുകയാണ്. വടി പോയി കുന്തം വന്ന അവസ്ഥയാണ്. എന്നിരുന്നാലും 6-ാം ഭാവാധിപതി കൂടിയായ ശനി 8-ൽ മറയുന്നത് ഒരു കണക്കിന് ദോഷഫലങ്ങൾ കുറയ്ക്കും. മെയ് പകുതി വരെ കാര്യമായ ചില ബുദ്ധിമുട്ടുകൾ ആരോഗ്യകാര്യത്തിലും തൊഴിലിലും ഉണ്ടാകും. മെയ് പകുതി കഴിയുമ്പോൾ വ്യാഴം 11-ൽ വരുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് കുറച്ച് ഗുണകരമാണ്. എന്നിരുന്നാലും ശനിക്ക് അതിൻ്റെ ജോലി ചെയ്യാതിരിക്കാൻ കഴിയില്ല. അഷ്ടമശനിയുടെ ബുദ്ധിമുട്ടുകൾ ശനി നൽകാതിരിക്കില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വീഴ്ചയുണ്ടാകും. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും. പാർട്ടി മാറും. ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ട്രാൻസ്ഫർ, ചിലർക്ക് ഡീഗ്രേഡിംഗ്,
ഉന്നത സ്ഥാനത്ത് നിന്നും തരം താഴ്ത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം, സാമ്പത്തിക നഷ്ടം, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, എല്ലാറ്റിലും ഉപരി ശാരീരിക പ്രശ്നങ്ങൾ ഉടലെടുക്കും. കൈകാൽ മുട്ടുവേദന, ഞരമ്പ് അസ്ഥി സംബന്ധമായ വേദന, ഉദരരോഗം, നേത്രരോഗം, ഹൃദ്രോഗം മുതലായവയ്ക്ക് സാധ്യത കാണുന്നു. കഴിയുന്നതും നിങ്ങളുടെ സംസാരം കുറയ്ക്കുക. ആരോടും വാക്കുതർക്കങ്ങൾക്ക് നിൽക്കാതിരിക്കുക. തൊഴിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി പണം മുടക്കിയാൽ അത് തിരിച്ചു കിട്ടില്ല. മാനഹാനി ഉണ്ടാകും. നേരത്തെ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വീണ്ടും താമസം നേരിടും. കേസ് വഴക്കൽ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കാൻ സാധ്യത കാണുന്നു. ശത്രുക്കൾ വർദ്ധിക്കും. കടം കൂടും. ഈ ദുരിതങ്ങൾക്ക് മെയ് മാസം പകുതി കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ്. കാരണം കർമ്മസ്ഥാനത്ത് ഇപ്പോൾ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് സർവാഭിഷ്ട സ്ഥാനമായ 11 വരുന്നതുകൊണ്ട് ശനിയുടെ ആധിക്യം ദോഷഫലങ്ങൾക്ക് കുറച്ച് ശമനം ലഭിക്കുന്നതാണ്. വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക. രാത്രിയാത്ര ഒഴിവാക്കുക. യാതൊരുവിധ ഇടപാടുകൾക്കും മധ്യസ്ഥത നിൽക്കാതിരിക്കുക. ആരോഗ്യകാര്യത്തിൽ വേണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏപ്രിൽ മുതൽ ഏകദേശം 51 ദിവസം ചിങ്ങൻ രാശിക്കാർക്ക് പരീക്ഷണ കാലഘട്ടമായിരിക്കും. അതിനുശേഷം കുറച്ച് ആശ്വാസമുണ്ടാകും. ഒരു പുതിയ പാതയിലൂടെയായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുന്നത്. തെറ്റുകൾ ചെയ്യാൻ പ്രേരണയുണ്ടാകും. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പേരുദോഷമുണ്ടാകാൻ സാധ്യത കാണുന്നു. കുറുക്ക് വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കാതിരിക്കുക. എപ്പോഴും ദൈവചിന്ത ഉണ്ടാകണം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും വേണ്ടതാണ്. കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് ശനി 5ഉം 6ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 6ൽ സഞ്ചരിക്കുന്ന ശനി 2025 മാർച്ച് 29 7ൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. ഇത് കണ്ടകശനിയുടെ ആരംഭഘട്ടമാണ്. ഏതാണ്ട് 2027 വരെ ഇത് തുടരും. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കും. പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ടാകും. നിങ്ങളുടെ ജനനകാല ജാതകം പരിശോധിച്ച് അനുകൂലമാണെങ്കിൽ മാത്രം ബിസിനസ് ചെയ്യുക. ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങളുണ്ടാകും. അതിൽ ശ്രദ്ധിക്കുക. പരിചയമില്ലാത്തവരുമായി യാതൊരുവിധ ഇടപാടുകൾക്കും പോകരുത്. അങ്ങനെയുള്ളവർക്ക് വീട്ടിലേക്കുള്ള പ്രവേശനം നിരോധിക്കുക. കൂടുതൽ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാതിരിക്കുക. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കും. അത് പിന്നെ ബുദ്ധിമുട്ടായി മാറാനും സാധ്യത കാണുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് അഭിവൃദ്ധി ഉണ്ടാകും. അതായത് ചെറിയ കച്ചവടക്കാർക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ അലച്ചിലുണ്ടാകും. ഒരു കാര്യത്തിന് വേണ്ടി പലവട്ടം പോവേണ്ടതായിട്ടോ അധ്വാനിക്കേണ്ടതായിട്ടോ വരും. വിദ്യാർത്ഥികൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കാൻ അവസരമുണ്ടാകും. വിദേശ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുമെങ്കിലും മനസ്സിന് തൃപ്തി ഉണ്ടാകില്ല. ബാങ്കിങ്, അക്കൗണ്ടിങ്, ഷിപ്പിംഗ്, മൈനിങ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ ഈ രംഗത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും. ഭാര്യാഭർത്തൃബന്ധം കുറച്ച് വഷളാകും. പരസ്പരം മനസ്സിലാക്കാൻ നിൽക്കില്ല. ആയതിനാൽ വാക്ക് തർക്കത്തിനൊന്നും നിൽക്കാതെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ചിലർക്ക് ഈ കാലഘട്ടത്തിൽ വിവാഹവും നടക്കും. കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികളുണ്ടാകും. പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതാണ്. ഏത് കാര്യമായാലും ആലോചിച്ചും കണ്ടും ചെയ്യുക. കുടുംബാംഗങ്ങളുമായി ആലോചിക്കാതെ ഒരു കാര്യത്തിനും എടുത്തു ചാടരുത്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പൂർവിക സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടാം. കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കുക. പൊതുവെ കന്നിരാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചും കണ്ടും ചെയ്യുക. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം,
ചോതി, വിശാഖം ആദ്യ 3 പാദം ചേരുന്ന തുലാം രാശിക്ക് ശനി 4ഉം 5ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 5ൽ സഞ്ചരിക്കുന്ന ശനി മാർച്ച് 29-ന് 6ൽ മീനൻ രാശിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. ഈ ശനിമാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂല ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. കഴിഞ്ഞ 5-6 വർഷത്തെ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകും. സന്തോഷത്തിന് വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഋണരോഗ ശത്രുസ്ഥാനമായ 6ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ശനിയെക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് തുലാം രാശിക്കാർക്കായിരിക്കും. ദീർഘകാലമായി നിലനിന്നിരുന്ന കടം കുറയും, കേസ് വഴക്കുകൾ രമ്യതയിലെത്തും, ശത്രുക്കൾ ഇല്ലാതാകും, രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും, ജോലി സംബന്ധമായി നിലനിന്നിരുന്ന പ്രതിസന്ധികളും അനിശ്ചിതത്വവും മാറിക്കിട്ടും, മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും. നിങ്ങളെ ജോലിസ്ഥലത്ത് നിരന്തരം തേജോവധം ചെയ്ത മേലുദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോകും. നിലവിൽ ജോലിയുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും, ശമ്പള വർധനവ് ഉണ്ടാകും. പുതിയ ജോലി മാറിക്കയറാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്നതാണ്. പഠനം കഴിഞ്ഞ് ആദ്യമായി ജോലിക്ക് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ലഭിക്കുന്ന സമയം കൂടിയാണ്. ജോലി സംബന്ധമായി നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ അവസരമുണ്ടാകും. PhD, റിസർച്ച് മുതലായവ ചെയ്യുന്നവർക്ക് ആഗ്രഹമനുസരിച്ച് പൂർത്തീകരിച്ച് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ധാരാളം യാത്രകൾ നടത്തും, പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾ. ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ അവസരം, മഹാക്ഷേത്രങ്ങളും ജീവസമാധികളും സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗം സുഖപ്പെടും. സർജറിക്ക് വരെ നിർദ്ദേശിച്ച ചില രോഗങ്ങൾ അവ കൂടാതെ തന്നെ സുഖപ്പെടുന്നതാണ്. ചില പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന തുലാം രാശിക്കാർക്ക് ഇനി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നതുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ധനസംബന്ധമായി നിലനിന്നിരുന്ന തടസ്സം മാറിക്കിട്ടും. പണം ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വസ്തു വിൽക്കാൻ തടസ്സം നേരിട്ടവർക്ക് ഇപ്പോൾ വിൽക്കാൻ സാധിക്കും. ചിലർക്ക് പുതിയ വാഹനം, വീട്, വസ്തു മുതലായവ വാങ്ങാൻ സാധ്യത കാണുന്നു, അല്ലെങ്കിൽ അവസരമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം മെച്ചമുണ്ടാകും. നിലവിലെ ബിസിനസ് വിപുലപ്പെടുത്താൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. പുതിയതായി ബിസിനസ് തുടങ്ങാൻ കാത്തിരുന്നവർക്ക് ഇപ്പോഴാണ് നല്ല സമയം. അത് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താം. ക്ഷീര വ്യവസായം അഭിവൃദ്ധിപ്പെടും. കൃഷി ചെയ്യുന്നവർക്കും തൊഴിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. ചെറിയ കച്ചവടക്കാർക്കും നല്ലൊരു സമയമാണ്. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് വിവാഹയോഗം. നിന്നുപോയ വിവാഹം വീണ്ടും ഒത്തുതീർപ്പിലൂടെ നടക്കും. 2ാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ്. അതുപോലെ സന്താനത്തിനായി കാത്തിരുന്നവർക്കും സന്താനയോഗം ഉണ്ടാകും. എല്ലാം കൊണ്ടും ജീവിതാഭിവൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്ന ആദ്യത്തെ രാശിയായിരിക്കും തുലാം. നിങ്ങൾക്ക് ഇത് സുവർണ കാലഘട്ടമാണ്. വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽപാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശനി ഇപ്പോൾ 4ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലും മനസമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. പിതാവിന് രോഗം, കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ്, വീട് വിട്ടു നിൽക്കേണ്ടുന്ന അവസ്ഥ, വീട് സംബന്ധമായ അറ്റകുറ്റപ്പണികളും അതുമൂലം കടവും ഉണ്ടായിരുന്ന നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം ഇനി ശനി നൽകുന്നതാണ്. 4ൽ നിന്നും, അതായത് കണ്ടകശനിയിൽ നിന്നും മാർച്ച് 29-ന് ശനി 5ാം സ്ഥാനത്തേക്ക് മാറി സഞ്ചരിക്കാൻ പോകുന്നു. കുട്ടികൾ നിമിത്തമുണ്ടായിരുന്ന മനോവേദനയും മാതാവിനാൽ ആശങ്കപ്പെട്ടവർക്കും ഇനി കുറച്ച് മനസമാധാനം ലഭിക്കും. നിങ്ങൾക്ക് വിദ്യാർത്ഥികളായ മക്കൾ ഉണ്ടെങ്കിൽ അവർ
പഠനത്തിൽ മികവ് പുലർത്തും. ചിലർ നിങ്ങളെ വിട്ട് അന്യ സംസ്ഥാനത്തോ വിദേശത്തോ ഉന്നത പഠനത്തിന് പോകും. സന്താനയോഗമുണ്ടാകും. ചിലർക്ക് കാലതാമസം ഉണ്ടാകുമെങ്കിലും സന്താനപ്രാപ്തി ലഭിക്കുന്നതാണ്. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. കുടുംബക്ഷേത്രങ്ങളും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ലഭിക്കാതെ പോയ പൂർവിക സ്വത്തുകൾ ഇപ്പോൾ ലഭിക്കാനുള്ള അവസരമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കുക. സുഹൃത്ത് വലയത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ജോലിയിൽ കഠിനാധ്വാനം വേണ്ടിവരും. ജോലിയിലെ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ സമാധാനം കിട്ടുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ധനതടസ്സം മാറിക്കിട്ടും. കിട്ടാതിരുന്ന ധനം കുറേശ്ശെ കിട്ടിത്തുടങ്ങുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടും. കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ കഴിയും. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് മംഗല്യ യോഗം. രണ്ടാം വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും വിവാഹം നടക്കും. വൃശ്ചികം രാശിക്കാർ മാർച്ച് 14 ശേഷം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും 2025. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം ചേരുന്ന ധനുരാശിക്ക് ശനി 2ഉം 3ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ ഉപജയസ്ഥാനമായ 3ൽ സഞ്ചരിച്ചുകൊണ്ട് കുറച്ചധികം നല്ല ഫലങ്ങൾ ശനി ധനുരാശിക്കാർക്ക് നൽകി വന്നിരുന്നു. എന്നാൽ മാർച്ച് 29 ശനി 3ൽ നിന്നും 4ൽ മീനൻ രാശിയിൽ അർദ്ധാഷ്ടമ ശനിയായി, അതായത് കണ്ടക ശനിയായി സഞ്ചാരം തുടങ്ങുന്നു. സുഖസ്ഥാനമായ 4ൽ ശനി വരുമ്പോൾ സുഖജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടും. മാതാവിന് രോഗപീഠകൾ ഉണ്ടാകാം. രോഗം ഉള്ളവരാണെങ്കിൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യത കാണുന്നു. വാഹനമുള്ളവർക്ക് വാഹനം മൂലം ധനനഷ്ടം. വീടിന് അറ്റകുറ്റപ്പണികൾ. വീട് വിട്ട് താമസിക്കുക. മാതാവിൽ നിന്നും അകന്നു കഴിയുക. ജന്മദേശം വിട്ടുപോവുക തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ അലസത. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മടി വർദ്ധിക്കും. വലിയ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പഠനത്തിൽ മികവുണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇരുമ്പ് സംബന്ധമായ കച്ചവടം ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ലോജിസ്റ്റിക്, മൈനിങ്, ലെതർ ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മേന്മ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായി ചിലർക്ക് കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ വർദ്ധിക്കുന്നതാണ്. ജോലി സംബന്ധമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. സ്ത്രീകളുടെ ജാതകത്തിൽ വൃശ്ചികത്തിലോ കർക്കിടകത്തിലോ ചൊവ്വ നിൽക്കുന്ന പക്ഷം ഇപ്പോൾ വിവാഹം നടക്കാൻ സാധ്യത കാണുന്നു. സന്താനത്തിനായി ദീർഘകാലം കാത്തിരുന്നവർക്ക് ചികിത്സയിലൂടെ സന്താന ഭാഗ്യമുണ്ടാകും. മാർച്ചിന് ശേഷം ധനുരാശിക്കാർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഇപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ടാകുമെങ്കിലും മാർച്ച് മാസം കഴിയുന്നതോടുകൂടി എല്ലാ കാര്യത്തിലും ഒരു ധൈര്യവും ആത്മവിശ്വാസവും കൈവരുന്നതാണ്. എല്ലാ കാര്യങ്ങളും വേഗതയോടെ നിങ്ങൾ ചെയ്തു തീർക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് മാറിക്കഴിയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. പണവരവുണ്ടാകും. വരുമാനം വർദ്ധിക്കും. ചിലർക്ക് വസ്തു വാങ്ങാനോ വീട് വാങ്ങാനോ ഉള്ള അവസരം വരും. വിദേശത്ത് ദീർഘകാലമായി ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വന്നു പോകാൻ സാധിക്കുന്നതാണ്. ഇത് മെയ് മാസത്തിന് ശേഷമായിരിക്കും നടക്കുക. ഇതൊരു പൊതുഫലമാണ്. നിങ്ങളുടെ ജനനകാല ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. മകരൻ രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരൻ രാശിക്ക് ശനി രാശിനാഥനും 2ാം ഭാവാധിപതിയുമാണ്. കഴിഞ്ഞ 7-8 വർഷം ശനിയാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച രാശിയായിരുന്നു മകരം. ഇതിൽ തിരുവോണ നക്ഷത്രക്കാരെ ശനി ശരിക്കും പൊരിച്ചെടുത്തു എന്ന് വേണം പറയാൻ. എന്നാൽ ഏപ്രിൽ അവസാനത്തോടെ നിങ്ങൾ അനുഭവിച്ചു വന്ന മനോവേദന,
മാനഹാനി, കടം, കേസ് വഴക്കുകൾ, ജോലിയിലെ തടസ്സം, ജോലിയില്ലാതെ അധ്വാനിച്ചവർ, ജോലി ഉണ്ടായിട്ടും സമയത്തിന് ശമ്പളം കിട്ടാത്തവർ, പിരിഞ്ഞു കഴിഞ്ഞ ദമ്പതിമാർ, വീട് വിട്ട് അകന്ന് താമസിച്ചവർ, പല കാരണത്താൽ നാടുവിട്ടവർ, ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദുരിതങ്ങൾക്കെല്ലാം ഇനി അവസാനമായി. മകരം രാശിക്കാരുടെ 7 ശനി പൂർണ്ണമായി മാറുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ശനി തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാരിക്കോരി നൽകാൻ പോകുന്ന കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ശനി മാർച്ച് 29 മുതൽ 2-ൽ നിന്നും ഉപജയസ്ഥാനമായ 3-ൽ ഗുരുവിൻ്റെ വീടായ മീനൻ രാശിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. നിങ്ങളെ ആരൊക്കെ ദ്രോഹിച്ചോ അവരെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ്. ശത്രുക്കൾ അകലും, തീരാവ്യാധികൾ സുഖപ്പെടും. ചികിത്സ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയും രോഗം കുറയാതെ വരികയും ചെയ്തവർക്കെല്ലാം ഇനി രോഗശാന്തി ലഭിക്കും. കടം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് കടം തീർക്കാൻ കഴിയും. കേസും വഴക്കുമായി നടന്നവർക്ക് കേസുകൾ ഒഴിഞ്ഞു കിട്ടും. ജോലിസ്ഥലത്തെ ശത്രുക്കൾ ഇല്ലാതാകും. നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ദ്രോഹിച്ച മേലധികാരി ജോലി വിട്ടു പോവുകയോ മറ്റൊരു ശാഖയിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ മാറിപ്പോവുകയും ചെയ്യും. നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടും. സാമ്പത്തികം വരും. ലോൺ കിട്ടും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും മെച്ചപ്പെട്ട ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷനോ ശമ്പള വർധനവോ ലഭിക്കുന്നതാണ്. വിവാഹ തടസ്സം നേരിട്ടവർക്ക് ഇനി മംഗല്യ യോഗമുണ്ടാകും. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താന യോഗം. കമിതാക്കൾക്ക് വിവാഹം കഴിക്കാൻ അവസരം ഒത്തുചേരും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കും. പഠനത്തിൽ മികവ് പുലർത്തും. പിണങ്ങിക്കഴിഞ്ഞ ദമ്പതിമാർ വീണ്ടും ഒത്തുചേരും. ഡിവോഴ്സിന് ശ്രമിച്ചവർക്ക് ഡിവോഴ്സ് ലഭിക്കും. ചിലർ ഡിവോഴ്സ് പിൻവലിച്ച് വീണ്ടും ഒത്തൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. നിങ്ങൾ ഏതൊക്കെ ഉദ്യമങ്ങളിൽ പരാജയപ്പെട്ടുവോ അതെല്ലാം ഇനി വിജയം കാണാൻ പോവുകയാണ്. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം മാറും. ധാരാളം തീർത്ഥയാത്രകൾ നടത്തും. ആത്മീയതയിൽ താൽപ്പര്യം വർദ്ധിക്കും. അക്കൗണ്ട്സ്, ഓഡിറ്റ്, ബാങ്കിംഗ്, അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നന്നാകും. ഇനി ഏത് കാര്യം ചെയ്താലും വിജയിക്കുമെന്നുള്ള മനോധൈര്യം നിങ്ങൾക്കുണ്ടാകും. വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കും. പാതി വഴിയിൽ നിർത്തിവെച്ചതോ ഉപേക്ഷിച്ച കാര്യങ്ങളോ വീണ്ടും നിങ്ങൾ ചെയ്തു തീർത്ത് വിജയം കൈവരിക്കുന്നതാണ്. ഇനി 2027 വരെ ശനി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കും. നിങ്ങളുടെ അലച്ചിലും ബുദ്ധിമുട്ടുകളും മനോവേദനകളും ജോലിയിലെ പ്രശ്നങ്ങളുമെല്ലാം മാറി സന്തോഷം അലയടിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരൂരുട്ടാതി ആദ്യ 3 പാദം ചേരുന്ന കുംഭൻ രാശിക്ക് ശനി രാശിനാഥനും 12ാം ഭാവാധിപതിയുമാണ്. കഴിഞ്ഞ 4-5 വർഷങ്ങൾ അനുഭവിച്ചു വന്ന ദുരിതങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2.5 വർഷം അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിട്ടൊഴിയാൻ പോവുകയാണ്. നിങ്ങളുടെ ജന്മശനി മാർച്ച് 29-ന് ഒഴിഞ്ഞു പോകുന്നു. 7 ശനി കാലഘട്ടമാണ് നിങ്ങൾക്ക്. അതിൽ ജന്മശനി നിങ്ങൾക്ക് തീരാ ദുരിതങ്ങളും മനോവേദനയും തന്നു കാണും. ആ ജന്മശനിയാണ് മാറാൻ പോകുന്നത്. നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും ശനി 2-ൽ സഞ്ചരിക്കാൻ പോകുന്നു. നിങ്ങൾ അനുഭവിച്ച മനോവേദനകളും മാനഹാനിയും രോഗവും നിങ്ങളുടെ മാതാപിതാക്കളുടെ രോഗവും കുറഞ്ഞു തുടങ്ങുന്നതാണ്. മനഃശാന്തി ലഭിക്കും. ധനവരവുണ്ടാകും. പക്ഷേ കുറച്ച് താമസം നേരിടും. എന്നാലും ധനം ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യമുണ്ടാകും. നിങ്ങളുടെ മക്കൾക്കോ സഹോദരി സഹോദരന്മാർക്കോ വിവാഹം നടക്കും. ജോലി സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ പുതിയ ജോലി ലഭിക്കും. അലച്ചിലും ദുരിതങ്ങളും കുറയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം നേരിട്ടവർക്ക് ഇപ്പോൾ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്നതാണ്.
സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരും. അതിൽ നിന്നും മിച്ചം പിടിക്കാൻ തുടങ്ങും. ദൈനംദിന വരുമാനക്കാർക്ക് മെച്ചമുണ്ടാകും. ചെറിയ രീതിയിലുള്ള കച്ചവടക്കാർക്ക് തൊഴിൽ മേന്മയുണ്ടാകുന്നതാണ്. നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. മാർച്ച് മാസത്തെ ആദ്യ 2 ആഴ്ച കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ സമയം പരിചയമില്ലാത്തവരുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങരുത്. ആരെയും വിശ്വസിക്കരുത്. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ, അതായത് മാർച്ച് മാസം അവസാനത്തിനും മെയ് മാസം 14-നും ഇടയിൽ ഒരാൾ മുഖാന്തരം നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ സൂചിപ്പിച്ച പോലെ കണ്ണുമടച്ച് പരിചയമില്ലാത്തവരെ വിശ്വസിക്കാതിരിക്കുക. അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും കൊടുക്കാതിരിക്കുക. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശനി 11-ഉം 12-ഉം ഭാവാധിപതിയാണ്. 7 ശനി നടക്കുന്ന കാലഘട്ടമാണിപ്പോൾ. മാർച്ച് 29-ന് ശനി ജന്മത്തിൽ വരികയാണ്. ജന്മശനി സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ പേരുദോഷമുണ്ടാവുക, ധനനഷ്ടം, മാനഹാനി, രോഗദുരിതങ്ങൾ, ജോലിയിൽ പ്രതിസന്ധി, മനോവേദന, ഒരു കാരണവുമില്ലാതെ ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരും അകന്നു നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില മനസ്സിന് പിടിക്കാത്ത അല്ലെങ്കിൽ മനോവിഷമം നൽകുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകാം. ആരോഗ്യ സംബന്ധമായി പറഞ്ഞാൽ അസ്ഥി സംബന്ധമായ രോഗം, കാൽപാദത്തിനടിയിൽ രോഗമുണ്ടാകുക, നട്ടെല്ല്, കഴുത്തിന് പിൻവശം ഇവിടെയൊക്കെ വേദന ഉണ്ടാവുക. ഈ സമയത്ത് കഴിയുന്നതും വേണ്ട രീതിയിൽ തന്നെ ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക. രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് പലവട്ടം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒപ്പിടുക. ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക. നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങൾക്കും അലച്ചിലും താമസവും ഉണ്ടാകും. സുഖ സൗകര്യങ്ങൾക്ക് കോട്ടം തട്ടും. മാതാവിന് രോഗം, വാഹനം സംബന്ധമായി നഷ്ടമുണ്ടാവുക, വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ വിഷമിപ്പിക്കും. രാത്രി യാത്രകൾ ഒഴിവാക്കുക. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള മനോവിഷമം കുറഞ്ഞു കിട്ടും. ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, ബിസിനസ് പങ്കാളികൾക്കിടയിൽ ചേർച്ചക്കുറവ്, അതുമൂലം ബിസിനസ്സിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പ്രണയിതാക്കൾ തമ്മിൽ അകൽച്ച, വിവാഹത്തിന് കാലതാമസം, സന്താന യോഗത്തിന് കാലതാമസം മുതലായവയൊക്കെ സംഭവിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ്, മടി, തോൽവി തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. എന്നാൽ ഉപരിപഠനത്തിന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജനനകാല ജാതകവും ദശാഭുക്തിയും അനുകൂലമായിട്ടുള്ളവർക്ക് ശനിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അതേപോലെ തന്നെ ഒരു 50-55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഗുണഫലമായാലും ദോഷഫലങ്ങളായാലും ഉണ്ടാകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ആർക്കും ജാമ്യം നിൽക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉൾഭയം നിഴലിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കുക. ഓൺലൈൻ തട്ടിപ്പിന് വിധേയനാകാൻ സാധ്യത കാണുന്നു. ധാരാളം യാത്രകൾ ചെയ്യാൻ അവസരമുണ്ടാകും. പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾ, ജീവസമാധികൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ഗുരുക്കന്മാരെ കണ്ടുമുട്ടും. ചിലർക്ക് വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള RP, GC, PR മുതലായവ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആർക്കും പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. അതുപോലെ ആർക്കും വാക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് വാക്ക് പാലിക്കാൻ സാധിക്കാതെ വരുന്നതാണ്. മെയ് മാസം കഴിഞ്ഞാൽ ദോഷഫലങ്ങൾക്ക് അല്പമൊരു ശമനം ലഭിക്കുന്നതാണ്. സൂചിപ്പിച്ച പോലെ ശനി എല്ലാവരെയും ദ്രോഹിക്കില്ല. നിങ്ങൾ കഠിനാധ്വാനിയും പ്രായാധിക്യം ചെന്നവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിൽ
ശനി നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.